ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും രാധൂസ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് വെച്ചാൽ, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാണി ഹീലിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ട് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളവർ ഒന്ന് പോയി കാണാം. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് പ്രാണി ഹീലിങ്ങിനെ കുറിച്ച് കുറച്ച് ഡൗട്ട്സ് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു പ്രാണി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, എങ്ങനെയാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് വർക്കൗട്ട് ആവുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്, എൻ്റെ ഹീലർ ആരാണ് എന്നൊക്കെ കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ എങ്ങനെയാണ് ഇതിലെത്തിയത് എന്ന് പറയാം. ഓക്കെ, പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ച് ചുരുക്കി പറയാം. ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളിൽ പിന്നെ എനിക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ സർജറി ഇല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി ഹോസ്പിറ്റൽസിൽ പോയിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആവട്ടെ, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആവട്ടെ, അവിടെയൊക്കെ ഒരു അലോപ്പതിയിൽ എന്താ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുക അത്രയും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എനിക്ക് അവർ തന്നിട്ടുള്ളത്. പല ഹോസ്പിറ്റൽസിലും പല ഡോക്ടേഴ്സിനെയും ഒക്കെ കാണിച്ച് ഒരു കുറവും ഇല്ലായിരുന്നൊരു സമയമാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനൊരു ഡോക്ടറെ ഫൈനലി പോയി കാണുന്നത്. നല്ല ഡോക്ടറായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഹൈ ഡോസ് മെഡിസിൻസ് ആണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അത് അത്രയും റേറ്റുമാണ് ആ മെഡിസിൻ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോയി ഡോക്ടറെ കാണുക, അപ്പോൾ ഡോക്ടർ ഫീസ്, വീണ്ടും മെഡിസിൻസ്. അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മുടെ വില്ലനായും എന്നാൽ എനിക്കൊരു ഹീറോ ആയിട്ടും നമ്മുടെ കൊറോണ എത്തിയത്. അപ്പോൾ ഈ ലോക്ക്ഡൗണും കൊറോണയും വന്ന സമയമായപ്പോഴത്തേക്കും എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല, മെഡിസിൻസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇത് തന്നെ ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ അതൊട്ട് തരുവുമില്ല. കാരണം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, ഡേറ്റ് വേണം, സൈൻ വേണം, അതെല്ലാം നമുക്ക് തരുവുമില്ല. അപ്പം അങ്ങനെ ഞാൻ ആകെ ബുദ്ധിമുട്ടിരുന്ന സമയമായിരുന്നു ഈ ഒരു ലോക്ക്ഡൗൺ ടൈം എന്ന് പറയുന്നത്. ആ സമയത്താണ് ഭഗവാനായിട്ട് എൻ്റെ മുന്നിലേക്ക് ആ ഹീലർ എത്തിയത്. ആക്ച്വലി എൻ്റെ മുന്നിലേക്കാണ് എത്തിയത്, ഞാൻ അങ്ങോട്ട് പോയതല്ല. ശരിക്കും ഭഗവാന്റെ ഒരു നിയോഗം എന്ന് തന്നെയാണ് എനിക്ക് അതിന് പറയേണ്ടി വരുന്നത്. ഫേസ്ബുക്കിലെ ഗുരുവായൂർ ഓൺലൈൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നൊരു മെമ്പറാണ് ഞാൻ, ഉള്ള ഒരു മെമ്പറാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെയാണ് എൻ്റെ ഹീലറായിട്ടുള്ള ത്രിവിക്രമൻ നായർ എന്ന് പറയുന്ന അദ്ദേഹവും ഉണ്ടായിരുന്നത്. അദ്ദേഹം എൻ്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് ചെയ്തു. ആ മെസ്സേജിൽ ഉണ്ടായിരുന്നതിനെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ, ഞാൻ എന്താണോ ആ സ്റ്റേജിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തത്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അന്ന് ഹീലിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നോ ഒന്നും തന്നെ എനിക്ക് ഈ ഒരു പേര് പോലും, പ്രാണി ഹീലിംഗ് എന്നുള്ളൊരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം എനിക്ക് അയച്ച മെസ്സേജിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഒരു സ്റ്റേജിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടായിരുന്നു. അപ്പോൾ അതും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കെല്ലാം അദ്ദേഹം വിശദീകരിച്ച് തന്നു. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്നും വ്യക്തമായിട്ടല്ലെങ്കിൽ പോലും ഒരു ഏകദേശം ഐഡിയ എന്താണ് പ്രാണി ഹീലിംഗ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് വന്നത്. ഒന്നെടുത്ത് പറയട്ടെ, ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളെന്ന് പറഞ്ഞാൽ ഈ ട്രിവാൻഡ്രത്ത് വളരെ വിരളമാണ്. പക്ഷേ ഒരു അലോപ്പതിയിൽ എനിക്ക് തരാൻ സാധിക്കുന്ന മാക്സിമം നല്ല ചികിത്സയാണ് എനിക്ക് കിട്ടിയത്. സർജറി അല്ലാതെ ഒരു മെഡിസിൻ അവർക്ക് ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽസിൽ എല്ലാം തന്നെ എനിക്ക് സർജറി സജസ്റ്റ് ചെയ്തത്. ഫൈനലി ഞാൻ കണ്ട ഡോക്ടർ, അതായത് ഞാൻ പറഞ്ഞല്ലോ കൊറോണ സമയത്തിന് മുന്നേ ഞാൻ കണ്ട ഡോക്ടർ എനിക്ക് തന്നിരുന്നത് എന്ന് വെച്ചാൽ ഹൈ ഡോസ് മെഡിസിൻസ് ആണ്. പക്ഷേ അതേ അവർക്ക് തരാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വില എന്ന് പറയുന്നത് അസഹനീയമാണ്. ഓക്കെ, നമുക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് ആ മെഡിസിൻസ് എന്ന് പറയുന്നത്. മെഡിസിൻസ് ഉണ്ട്, ഡ്രോപ്സ് ഉണ്ട്. അപ്പം അത് അവരുടെ കുഴപ്പമില്ല, അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, അല്ലെങ്കിൽ അവരുടെ തെറ്റല്ല. അവർക്ക് അതേ എനിക്ക് എൻ്റെ രോഗത്തിന് അവർക്ക് അതേ സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ മെഡിസിൻസ് എനിക്ക് തന്നത്. അത്രയും മെഡിസിൻസ് കഴിച്ചാൽ മാത്രമേ എൻ്റെ വേദനകൾക്കും അല്ലെങ്കിൽ എനിക്ക് ഒരല്പമെങ്കിലും ഒന്ന് ഉറങ്ങാനും സാധിക്കുമായിരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു
ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയുന്നത്, ട്രീറ്റ്മെൻറ്റിലെത്തിയത് എൻ്റെ ഹീലർ എന്ന് പറയുന്നത് ത്രിവിക്രമൻ നായർ എന്ന് പറയുന്ന ഹീലറാണ്. ഓക്കെ, എന്താണ് പ്രാണി ഹീലിംഗ്, പ്രാണി ഹീലിങ്ങിൻ്റെ പ്രത്യേകത എന്ത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ എൻ്റെ അനുഭവം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് എത്തിയത് എന്ന ചോദ്യത്തിനാണ് ഞാനിപ്പോൾ ആൻസർ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയിലൂടെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.